വീട്ടുകാരുടെ പറയാം ഐ ഡോണ്ട് നീഡ് എനിത്തിങ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കൊന്നും വേണ്ട, ഒരു സാധനം എനിക്ക് തരണം, എനിക്ക് കാശ് അയച്ചിട്ടുണ്ട്, എനിക്കൊന്നും അയച്ചിട്ടുണ്ട്, ഐ വിൽ ഡു മൈ ഓൺ തിങ്. ഒരുപാട് പേര് ചോദിക്കാറുള്ളത് എനിക്കിനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതാണ്. ടീൻസിൽ നിൽക്കുന്ന കുട്ടികൾ, ടീനേജേഴ്സ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ, യങ് അഡൾട്ട്സ്, ഇവരെല്ലാവരും കൺഫ്യൂഷൻ ഇതാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യണം, ഇതാണ് എല്ലാവരും കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ ഞാൻ മാറ്റിത്തരാം മകളെ. ഇൻ യുവർ ഏർലി 20s, ജസ്റ്റ് നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ എക്സ്പീരിയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ. നിങ്ങളുടെ കംഫോർട്ട് സോണിൽ, നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങളുടെ റെൽമിൽ നിന്ന് ആദ്യം തന്നെ പുറത്തേക്ക് എടുക്കാം. നിങ്ങൾ കറൻ്റ്ലി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമല്ല ജീവിതം. ദാറ്റ് ഈസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് യുവർ വേൾഡ്. ദർ ഇസ് എ ഹോൾ ഡിഫറെൻറ്റ് വേൾഡ് ഔട്ട് ദർ. നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ കാണാത്ത വലിയൊരു ലോകം പുറത്ത് കിടപ്പുണ്ട്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ. ഞാൻ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് കഷ്ടപ്പാടിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോ. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഹൗസ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ കംഫോർട്ട് സോണാണ്. ഞാൻ പറയുന്നത് എന്താ ഞാൻ ശരി പറഞ്ഞത്. കംഫോർട്ട് സോൺ എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് കഷ്ടപ്പാടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ വായിൽ 4 നേരം ഫുഡ് എത്തുന്നുണ്ടോ നിങ്ങളുടെ ഇടപെടലില്ലാതെ, ദാറ്റ് ഈസ് ഓൾസോ എ കംഫോർട്ട് സോൺ. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. അപ്പോൾ എല്ലാവരും പറയും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റും, പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ല, ജീവിക്കാൻ കാശില്ല. എക്സാക്ട്ലി, ദാറ്റ് ഈസ് ദ പോയിൻറ്റ്. ദാറ്റ് ഈസ് ദ ഹോൾ പോയിൻറ്റ്. നിങ്ങളുടെ കയ്യിൽ കാശില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പൈസ ഇല്ലാണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നിൽക്കാൻ സ്ഥലമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നിങ്ങളുടെ കയ്യിൽ കാശില്ല, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള എനിക്കുമില്ല, ഒന്നുമില്ല. ദി മോമെൻറ്റ് യു ഗെറ്റ് ടു ദാറ്റ് ഫേസ്, ദി മോമെൻറ്റ് എവറി സിംഗിൾ ടൈം യു ഹാവ് ഓഫ് ഹോപ്പ് ഗെറ്റ് ഡിവോർഡ്. നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ പിടിവള്ളികളും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ യു വിൽ സ്റ്റാർട്ട് ടു തിങ്ക്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു 5-6 ദിവസമൊക്കെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റും. ഐ ലേൺ ഇറ്റ് ദ ഹാർഡ് വേ. അല്ല, ഞാനത് എങ്ങനെയായിരിക്കും മനസ്സിലാക്കിയത്? യു ക്യാൻ തിങ്ക് ഇറ്റ്. ഒരു ഓഡോമോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെട്രോ പില്ലറിൻ്റെ സൈഡിൽ റോഡിൽ കിടന്നുറങ്ങാൻ പറ്റും. എങ്ങനെയായിരിക്കും മനസ്സിലാക്കിയത്? സി, ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. വെൻ യു ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ, നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്ന് വെൻ യു സ്റ്റാർട്ട് ടു ലിവ് ഓൺ യുവർ ഓൺ, നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫ്രസ്ട്രേഷൻ വരും. കാരണം നിങ്ങൾ ഇത്രയും നാൾ ആ ഒരു ഫീലിംഗ് നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. കിടക്കുന്നതിൽ കിടക്കേണ്ടി വരുന്ന ഒരു ഫീലിംഗ് നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. 4-5 ദിവസം പട്ടിണി കിടക്കുന്ന നിങ്ങളുടെ തലയിൽ കൂടെ ഓടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രസ്ട്രേഷൻ ഉണ്ട്. ദാറ്റ് ഫ്രസ്ട്രേഷൻ വിൽ ലെറ്റ് യു അച്ചീവ് വാട്ട് എവർ യു വാണ്ട് ഇൻ ലൈഫ്. ട്രസ്റ്റ് മീ, ഐ ബീൻ ദെയർ, ഐ ഹവ് ഡൺ ദാറ്റ്. ഇപ്പോഴും എൻ്റെ വീട്ടുകാരെ കിടക്കിട്ട് തന്നെ വിളിച്ച് ചോദിക്കും നീ കഴിക്കുന്നുണ്ടോ. ഞാൻ ഇന്നാളൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, 3 days ഫാസ്റ്റിംഗ് എന്നുകൊണ്ട് പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട്. ബിക്കോസ് ഐ നോ ഐ ക്യാൻ ഡു ദാറ്റ്. എനിക്കറിയാം എനിക്കത് ചെയ്യാൻ പറ്റും. ഹൗ? അത് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? വെൻ വി ആർ പുട്ട് ഇൻ എ പ്ലേസ് where we have to perform, where we have to survive, we think out of the box. നമ്മൾ നമ്മുടെ ബോക്സിന് അപ്പുറത്ത് ചിന്തിച്ചു തുടങ്ങും. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും പല രീതിയിൽ നമ്മൾ അച്ചീവ് ചെയ്യും. We will do things that we thought were not humanly possible. We won't obey the laws of physics anymore. Gravity will not pull us down anymore. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തോളും വെൻ വി ആർ അറ്റ് ദി കോർണർ. അല്ലേ? ഒന്നുമില്ലാത്തവനെ തകർക്കാൻ പറ്റില്ല. വെൻ വി ആർ ഔട്ട് ഓഫ് അവർ കംഫോർട്ട് സോൺ, വെൻ വി ഗോ ടു അച്ചീവ് ഗ്രേറ്റ്നെസ്, വെൻ വി ആർ ഔട്ട് ഓഫ് അവർ കംഫോർട്ട് സോൺ, നമ്മളൊരു കോർണറിലേക്ക് എത്തുമ്പോൾ വെൻ വി ഹാവ് നത്തിങ് എൽസ്, പിന്നെ നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഫ്ലൈറ്റ് മോഡിലാണ്. ഒന്നല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് നെസസറി. അണ്ടർസ്റ്റാൻഡ്, ദാറ്റ് ഈസ് നെസസറി. ഞാൻ നിങ്ങൾക്ക് ആ ഫീലിംഗ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. 5 ദിവസം പട്ടിണി കിടന്നിട്ട് 6-ാം ദിവസം പിന്നെ കേട്ടിട്ട് ചിലപ്പോൾ ചത്തു പോകുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. ദാറ്റ് എമൗണ്ട് ഓഫ് ഫ്രസ്ട്രേഷൻ. നാളെ നിങ്ങൾക്ക് വായിൽ എന്തെങ്കിലും കയറിയില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഡൈ. ആ ടൈപ്പ് ഓഫ് ഫ്രസ്ട്രേഷൻ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്രസ്ട്രേഷൻ. വാട്ട് ദാറ്റ് വിൽ ഹെൽപ്പ് യു, എങ്ങനെ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഹൗ ദാറ്റ് വിൽ ഹെൽപ്പ് യു, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസസ് നിങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. അതറിയുമ്പോൾ 2 ഗുണങ്ങളാണ്. 1, നിങ്ങൾ ജീവിതം പഠിക്കും. 2, യു വിൽ ഹാവ് ലോട്ട് ഓഫ് സ്റ്റോറീസ് ടു ടെൽ. 3, യു വിൽ എക്സ്പീരിയൻസ് ലൈഫ് ഇൻ എ ഡിഫറെൻറ്റ് പാറ്റേൺ. 4, നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് യു ആർ മെയ്ഡ് ഓഫ്. നിങ്ങൾക്ക് എത്രത്തോളം വിൽ പവർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാവും. നിങ്ങളുടെ ഏർലി 20s നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം ഇൻവെസ്റ്റ് ഇൻ എക്സ്പീരിയൻസ്. ഇച്ചിരി കാശുണ്ടെന്ന് ഞാൻ കാശ് 10,000 ഉണ്ടെങ്കിൽ ആ കാശും കൊണ്ട് ഇറങ്ങാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിൽക്കുക, നിങ്ങൾക്ക് വീട്ടുകാരെ ചിലവില്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാറി നിൽക്കുക. സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ്. ഒരു ബിസിനസ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ജോബിന് കയറി വീട്ടുകാരുടെ അടുത്ത് പറയാം ഐ ഡോണ്ട് നീഡ് എനിത്തിങ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കൊന്നും വേണ്ട, ഒരു സാധനം എനിക്ക് തരണം, എനിക്ക് കാശ് അയച്ചിട്ടുണ്ട്, എനിക്കൊന്നും അയച്ചിട്ടുണ്ട്, ഐ വിൽ ഡു മൈ ഓൺ തിങ്. എനിക്ക് ജീവിക്കേണ്ട ഞാൻ ഉണ്ടാക്കും.
അങ്ങനെ പറഞ്ഞിറങ്ങാം. ആൻഡ് യു വിൽ സ്റ്റാർട്ട് ടു സീ മിറക്കിൾസ്. അപ്പോൾ നിങ്ങൾക്ക് ബിൽഡാവുന്ന എക്സ്പീരിയൻസസ് ലൈഫ് ലോങ്. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്ര ടോപ്പിൽ പോയിട്ട് താഴെ വീണാലും യു നോ, എത്ര താഴെ വീണാലും ഐ ബിൻ ദ, ഞാൻ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു, ഐ നോ, എനിക്കത് എൻഡ്യൂർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഓൾ പോയിന്റ്. പിന്നെ നിങ്ങളൊരു സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ മെജോറിറ്റി ആ സെക്കൻഡ് സ്റ്റേജിലുള്ള ആൾക്കാർക്കും സിമിലർ ആയിട്ടുള്ള ഒരുപാട് കഥകളുണ്ടാവും. യു നീഡ് ടു റെസൊനേറ്റ് വിത്ത് ദം, യു ഷുഡ് ബി ഏബിൾ ടു റിലേറ്റ് വിത്ത് ദം. അവരുടെ കൂടെ ഇരുന്ന് നിങ്ങളുടേതായ സ്റ്റോറി പറയാൻ നിങ്ങൾക്ക് പറഞ്ഞു. യു നീഡ് ടു എക്സ്പീരിയൻസ് ദാറ്റ് കൈൻഡ് ഓഫ് ട്രോമ. ആ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസസ് നിങ്ങളുടെ കയ്യിൽ വേണം. അങ്ങനെ ഒരാളായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് പാർട്ണർഷിപ്പ് ചെയ്യാനായിട്ടുള്ള മെൻറ്റാലിറ്റി വരുള്ളൂ. ദേ നീഡ് ടു നോ ദാറ്റ് യു ഹാവ് എൻഡ്യൂർഡ് ഹാർഡ്ഷിപ്പ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇഫ് യു ഇൻ യുവർ ഏർലി 20s കുറച്ച് കാശുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കാശ് കൊടുത്തിട്ട് വിടുക. നാട് വിടാനല്ല ഞാൻ പറയണത് മക്കളെ. കാശ് കൊടുത്തിട്ട് വിടാന്ന് പറയുമ്പോൾ ചിലവരൊക്കെ ആ കാശ് കൊടുത്ത് നാട് വിടും. നാട് വിടാനല്ല ഞാൻ പറയുന്നത്. ആ കാശ് കൊടുത്ത് മാറി നിൽക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു കോളേജ് മാറുന്നതായിരിക്കും, ആയിക്കോട്ടെ. അതല്ല വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാറുന്നതായിരിക്കാം. ഗെറ്റ് ഔട്ട് ഓഫ് സ്റ്റേറ്റ്. ഒന്നല്ലെങ്കിൽ കേരളം വിട്ടു പോവാം, നോട്ട് ഇൻ യുവർ പ്ലേസ്. ഒന്നല്ലെങ്കിൽ കേരളം വിട്ടു പോവാം, അതല്ലെങ്കിൽ വേറൊരു ജില്ല, നോട്ട് ഇൻ യുവർ ഓൺ പ്ലേസ്. നിങ്ങളുടെ സ്വന്തം പ്ലേസിൽ ഒരിക്കലും നിൽക്കരുത്. ഗെറ്റ് ഔട്ട്, ലിവ് ഓൺ യുവർ ഓൺ. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാം. യു വിൽ ബിൽഡ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ്. ആൻഡ് നിങ്ങൾ എൻ്റെ ഓഡിയൻസ് മെജോറിറ്റിയും ഓൺടർപ്രണേഴ്സ് ആണെന്ന് എനിക്കറിയാം. സോ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഡബിൾ എഫേർട്ടാണ്. ഒപ്പം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം. ഫ്രണ്ട്സിനെ കൂട്ടിക്കോ. ഫസ്റ്റ് സ്റ്റാർട്ടപ്പാണ്, ഇറ്റ് വിൽ ബ്രേക്ക്. ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് മെജോറിറ്റിയും ബ്രേക്ക് ആവും. ബട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഏർലി സ്റ്റേജിൽ മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കും, ആരൊക്കെ നിങ്ങളുടെ കുതികാല് വെട്ടും, ആരൊക്കെ പണിയെടുക്കാതിരിക്കും, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസ് എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്യണം, ഏതൊക്കെ പ്രോബ്ലംസ് മൈൻഡ് ചെയ്യാണ്ടിരിക്കണം, ഏതൊക്കെ പ്രോബ്ലംസ് പ്രയോറിറ്റൈസ് ചെയ്യണം, എങ്ങനെ സിസ്റ്റംസ് ബിൽഡ് ചെയ്യണം, സിസ്റ്റംസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഏതാണ് സെയിൽസിലാണ് എല്ലാം നിൽക്കുന്നത്. യു വിൽ അണ്ടർസ്റ്റാൻഡ് എവരിത്തിങ്, ഹൗ ദ വേൾഡ് വർക്ക്സ് ഇഫ് യു ആർ അലോൺ ആൻഡ് യു ഡോണ്ട് ഹാവ് എനി ഹെൽപ്പിംഗ് ഹാൻഡ്. ആ ഒരു സ്റ്റേജ് നിങ്ങൾ എൻഡ്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ബി അൺസ്റ്റോപ്പബിൾ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടും. നിങ്ങൾ ആളുകളെ മീറ്റ് ചെയ്യാൻ പഠിക്കും, എങ്ങനെ റിലേഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ള പഠിക്കും, സോഷ്യൽ ഇൻട്രാക്ഷൻ പഠിക്കും. ഇതെല്ലാം നിങ്ങളൊപ്പം പഠിക്കും. യു വിൽ ലേൺ തിങ്സ് നാച്ചുറലി. അതിൻ്റെ കൂടെ കുറച്ച് ബുക്സൊക്കെ റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാം. ഗെറ്റിംഗ് ഔട്ട് ഓഫ് ടോപ്പിക്. ബട്ട് എനിക്കിത് എത്രത്തോളം പുഷ് ചെയ്ത് പറഞ്ഞാലും അത് മതിയാവില്ല. ഇൻവെസ്റ്റ് ഇൻ എക്സ്പീരിയൻസ് ഓൺ യുവർ ഏർലി ഏജ്. ടീനേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏർലി 20s ആയിക്കോട്ടെ, ഇൻവെസ്റ്റ് ഇൻ എക്സ്പീരിയൻസ്. എന്തായിക്കോട്ടെ, പുറത്ത് വിട്ടോ മക്കളെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് വിട്ടോ. ഏതെങ്കിലും ഒരു പ്ലേസിൽ പോയി നിന്നോ, ഒന്നല്ലെങ്കിൽ ഒരാളുടെ അണ്ടറിൽ ഇന്റേൺഷിപ്പിലോ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ കമ്പനി ആയിട്ട് സബോർഡിനേറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് മാറി എന്തായിക്കോട്ടെ, ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഹൗസ്, ട്രൈ ടു ലിവ് ഓൺ യുവർ ഓൺ, ബിൽഡ് റിലേഷൻഷിപ്പ്, ബിൽഡ് എക്സ്പീരിയൻസ്, ബിൽഡ് യുവർ സെൽഫ് അപ്പ്, ബിക്കം എ ഹോൾ നദർ പേഴ്സൺ, ബിക്കം അൺസ്റ്റോപ്പബിൾ. നിങ്ങളുടെ പൊട്ടൻഷ്യൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് പുഷ് ചെയ്യണം. ആ ലിമിറ്റ് പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡി ആവണം. ദാറ്റ് ഈസ് ഹൗ യു ഗെയിൻ എക്സ്പീരിയൻസ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത്, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനൊക്കെ ഭയങ്കര മടിയാണ് മക്കൾ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങൾക്ക് കൊള്ളാം. ഓക്കെ.